ഹായ് ലേണേഴ്സ്. അപ്പോൾ നമ്മളെല്ലാവരും UGC നെറ്റിൻ്റെ കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ഷിഫ്റ്റിലായിരുന്നു നമ്മുടെ കൊമേഴ്സിൻ്റെ എക്സാം. അപ്പോൾ കൊമേഴ്സിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും എക്സാം എഴുതിയവരുൾപ്പെടെ ആയിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റിൽ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നമ്മളുടെ I+ലെ കുട്ടികളുടെയൊക്കെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ എക്സാം നോർമലി നമ്മളുടെ കഴിഞ്ഞ വട്ടത്തെ അത്രയും ടഫ് ഇല്ല, കുറച്ച് മോഡറേറ്റ് ലെവലായിരുന്നു. പക്ഷെ നമ്മളുടെ I+ലെ സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഈസി ലെവലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഫസ്റ്റ് പേപ്പർ ആണെങ്കിലും സെക്കൻഡ് പേപ്പർ ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ടഫ് കുറവായിരുന്നു അല്ലേ, കുറച്ചും കൂടി ഒരു മോഡറേറ്റ് ലെവലിലുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേപ്പറിൻ്റെ അകത്ത് നമുക്കൊരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു അല്ലേ, DI ഉണ്ടായിരുന്നു. DI സിമ്പിൾ ആയിരുന്നു, പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് പഠിച്ചവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്തവർക്ക് കമ്പാരിറ്റീവ്ലി ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് DI. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ നോർമലി നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന ഏരിയാസിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അപേക്ഷിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകൾ കുറവായിരുന്നു അല്ലേ, കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടായിരുന്നു ഈ ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം നമുക്കറിയാം ഫസ്റ്റ് ടൈം ആയിരിക്കും ഇപ്പം ഇത്രയും നാൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നമ്മൾ എക്സാംസ് എഴുതി വന്നിട്ട് ഇപ്പം പെട്ടെന്ന് OMR ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു OMR ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്തും കൂടെ വെച്ചവർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ OMRൽ ഒരു പ്രാക്ടീസ് കുറവുള്ളവർക്കും കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു അല്ലേ, ഓരോ ബബിൾസും അത് പ്രോപ്പറായിട്ട് അത് മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡാർക്കൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ I+ൽ ഓൾറെഡി ഈ ഒരു OMR ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ച് വന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മളുടെ ഈ ഒരു കൊമേഴ്സിലോട്ട് വരുമ്പം ക്വസ്റ്റ്യൻസ് കൂടുതലും നമുക്ക് ഈ ഒരു എക്കണോമിക്സിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഈ ഒരു ആഡം സ്മിത്തും ആൽഫ്രഡ് മാർഷലിനെയും ഒക്കെ അവരെയൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ടാക്സ് ആണെങ്കിലും കുറച്ച് സെക്ഷൻസ് കുറച്ച് കൂടുതലായിട്ട് ഈ വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടാക്സിൽ നിന്നാണെങ്കിൽ കുറച്ച് സെക്ഷൻസ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് പറയാനായിട്ടുള്ളത് RC, നമ്മളുടെ റീഡിങ് കോംപ്രഹെൻഷൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. റീഡിങ് കോംപ്രഹെൻഷൻ നല്ല രീതിയിലൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുമായിരുന്നു അല്ലേ. അതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു പ്രാക്ടീസിൽ കൂടി പ്രാക്ടീസ് ചെയ്ത് വന്നവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റീഡിങ് കോംപ്രഹെൻഷൻ ആയിരുന്നു നമ്മളുടെ ഫസ്റ്റ് പേപ്പറിലും. അതുപോലെ തന്നെ പേപ്പർ 2 കൊമേഴ്സിലും നമ്മളുടെ RC എളുപ്പമായിരുന്നു. ഒരുവിധം പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു. പക്ഷേ സിമ്പിൾ ആണെന്ന് പറയുമ്പോഴും ചില ക്വസ്റ്റ്യൻസ് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലും കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുള്ളങ്ങ് സിമ്പിൾ ആണെന്ന് പറയാനും പറ്റില്ല. കൊമേഴ്സിലാണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ചില ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷേ എളുപ്പമായ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട് ചിലതൊക്കെ. പക്ഷേ പാടായിട്ട് അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിട്ടും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഭയങ്കര ട്രിക്കി ആയിട്ട് തോന്നിയിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഈ ഒരു അനാലിസിസ് വെച്ചിട്ട് ഈ വട്ടം നമ്മളുടെ കട്ട് ഓഫ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും നിങ്ങളുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞാലേ നമുക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം I+ലെ സ്റ്റുഡൻസിന് എളുപ്പമായിരുന്നു, പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ലല്ലോ. അപ്പം എല്ലാവരുടെയും ഒരു അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാകും ഈ കട്ട് ഓഫ് എത്രയായിരിക്കും, ഏകദേശം ഒരു കട്ട് ഓഫ് നമുക്കൊന്ന് അറിയാനായിട്ട് പറ്റും. ഈ വട്ടം കട്ട് ഓഫ് എന്തായാലും കുറച്ച് കൂടി നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടിട്ട് കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറച്ചായിരുന്നു അല്ലേ, കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറവായിരുന്നു. പക്ഷേ ഈ വട്ടം ആ ഒരു കട്ട് ഓഫ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഈ വട്ടം കട്ട് ഓഫ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ഈ വട്ടം കുറവായിരുന്നു. കമ്പാരിറ്റീവ്ലി കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെ കുറവുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ നമ്മൾ ഈ ഒരു ബാങ്കിങ് ഏരിയാസിൽ നിന്നൊക്കെ റീജിയണൽ റൂറൽ ബാങ്ക് RRBയെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഒത്തിരി പഠിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. സോ അതിൽ നിന്നൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. RRBയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മാനേജ്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും
അതുപോലെ കുറച്ച് മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു മാച്ച് ദ ഫോളോയിങ്സിലൊക്കെ 1-2 എണ്ണത്തിൻ്റെയൊക്കെ ആൻസർ അറിയാമെങ്കിൽ നമുക്ക് ബാക്കി കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റിയ രീതിയിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഉടനെ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് അസ്യൂം ചെയ്യാം, നിങ്ങളുടെ മാർക്ക് ഒന്ന് അസസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു നമ്മളുടെ ഒരു ഫസ്റ്റ് ഷിഫ്റ്റ്, ഇപ്പം നമ്മൾ കൊമേഴ്സിൻ്റെ ഷിഫ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ഒരു റെസ്പോൺസ് വെച്ചിട്ട്, മെജോറിറ്റിയുടെയൊക്കെ റെസ്പോൺസ് വെച്ചിട്ട് എക്സാം കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് ആയിരുന്നു, ചിലർക്കൊക്കെ സിമ്പിളുമായിരുന്നു. സോ നമുക്കത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. എല്ലാ കുട്ടികളുടെയും റെസ്പോൺസ് ഒക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു കട്ട് ഓഫ് എത്രത്തോളം വരാം എന്നൊക്കെ അസ്യൂം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഈ ഒരു വട്ടം നമുക്ക് 3 ലെവൽസ് ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം PhD എൻട്രൻസിനുണ്ട്, അതുപോലെ തന്നെ നെറ്റിനൊരു കട്ട് ഓഫ്, JRFനൊരു കട്ട് ഓഫ്, അങ്ങനെ 3 കട്ട് ഓഫുകളാണ് ഈ ഒരു വട്ടം വരുന്നത്. സോ നമുക്ക് എന്തായാലും റിസൾട്ട് വരുമ്പം എല്ലാവരുടെയും ഒരു എക്സ്പെക്ടേഷൻസ് അറിയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡിസംബർ ബാച്ചിലേക്ക്, നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള I+ന്റെ കോച്ചിങ് ഇപ്പം ഓപ്പൺ ആണ്, നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ കോഴ്സസ്, കൊമേഴ്സ് സ്റ്റുഡൻസിന് ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളും പേഴ്സണൽ മെന്ററിങ്സും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡിസംബർ എക്സാം എഴുതാനായിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സസ് ആവശ്യമാണെങ്കിൽ I+ന്റെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. സോ നമ്മൾ ഇതിൻ്റെ ഈ ഒരു കൊമേഴ്സിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എക്സാം എഴുതിയ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.